നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു നമുക്ക് വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വരുന്നത് 4.5 സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് പെരുകാവ് സൈഡിലാണ്, തിരുമലയ്ക്കടുത്ത്, തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്കടുത്ത് പെരുകാവ് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഒരു വില്ല പ്രോപ്പർട്ടി, ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള വില്ല പ്രോപ്പർട്ടി വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയ, അതുപോലെ തന്നെ അടുത്തൊക്കെ നല്ല വില്ലാസും അങ്ങനെ ചെയ്തു വരുന്ന നല്ലൊരു ഏരിയയിലുള്ള ഒരു വില്ലയാണ് ഈ കാണുന്നത്. 4.5 സെൻറ്റ് ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ പണിയിപ്പിച്ച നല്ല മനോഹരമായൊരു കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീട്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് 50 മീറ്റർ മാത്രം മാറിയാണ് വീട് വരുന്നത്. നമുക്ക് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഗേറ്റഡ് കമ്മ്യൂണിറ്റി തൊട്ട് ഫ്രണ്ടിൽ വരുന്നത് നമുക്ക് ബസ് റൂട്ടാണ്. അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് വെറും 30 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് വീട് വരുന്നത്. ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 9 കിലോമീറ്ററും ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് അളവിൽ മാത്രമാണ് വീടിൻ്റെ ലൊക്കേഷൻ നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് നമുക്ക് ഇവിടെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് കാണുന്നത് പോലെ തന്നെ 2 ബാൽക്കണി വരുന്നു. ഒരെണ്ണം നമുക്ക് ഫർഗോള ഓപ്പൺ ടൈപ്പ് വരുന്ന ഒരു ബാൽക്കണിയും കാര്യങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ 2 ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ഹാങ്ങിങ് ലൈറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ടെറാക്കോട്ട മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു എക്സ്റ്റീരിയർ ലുക്കിന്. അതുപോലെ തന്നെ വാൾ ഡിസൈനും കാര്യങ്ങൾ വരുന്ന ഒരു ഫ്ലോറിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാൾ ഡിസൈനെ കൊടുക്കാൻ പറ്റിയ ഒരു ടൈല് കാര്യങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടൊരു എക്സ്റ്റീരിയർ ലുക്കാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ നമ്മൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. വീടിൻ്റെ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചതായിരുന്നു കുറച്ച് ഡീറ്റെയിൽസ് ഒരിക്കലും പറയാം. 4.5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം ഉൾപ്പെടെ പണിതിരിക്കുന്ന നല്ല മനോഹരമായി കണ്ടംപററി ഡിസൈൻ വരുന്ന വീടാണ് ഈ കാണുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഫോൾഡിങ് ഗേറ്റും നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എൻട്രൻസ് ഒക്കെ നല്ല രീതിയിൽ വിശാലമായിട്ടുള്ളൊരു എൻട്രൻസ് നമുക്ക് തന്നതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ഇതെല്ലാം നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നമുക്ക് കുറച്ചുകൂടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മനോഹരമാക്കി നമുക്ക് തീർത്തിട്ടുണ്ട്. ഒരു കാർ പാർക്കിംഗ്, നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ SUV മോഡൽ ടൈപ്പ് വണ്ടികളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ പാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഇതിന് നമുക്ക് മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. കിണർ നമുക്ക് ഈ സൈഡിൽ നമുക്ക് ഒരു കോർണറിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗാർഡൻ്റെ പ്രൊവിഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്കും ഗാർഡൻ്റെ പ്രൊവിഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് ഗാർഡൻ്റെ ലാമ്പും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമുക്കൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നത്. നമുക്ക് ഗേറ്റിൻ്റെ നമുക്ക് മുകളിലായിട്ട് നമുക്ക് 2 ഗേറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വീടിൻ്റെ കുറച്ചുകൂടെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കിടക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. സോ അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമുക്ക് ലിവിങ് ഏരിയയിലോട്ടാണ് നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. നല്ല മനോഹരം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ലിവിങ് ഏരിയ ആണ് ഈ ഒരു വീടിന് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു കോർണറിൽ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ലിവിങ് ഏരിയ നമുക്കിവിടെ വരുമ്പോഴത്തേക്കും 16x12 നമുക്ക് ഡയമെൻഷൻ നമുക്ക് വരുന്നത്. നമ്മൾ പ്രീമിയം രീതിയിൽ വരുന്ന ഫ്ലോറൊക്കെ തന്നെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ വരുന്ന ടൈലാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. കച്ചേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. കാണുന്നത് പോലെ തന്നെ നമുക്ക് TV യൂണിറ്റെല്ലാം ഒരു വുഡൻ പാറ്റേൺ രീതിയിൽ വരുന്ന നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു TV യൂണിറ്റ്, അട്രാക്റ്റീവായി തോന്നുന്ന TV യൂണിറ്റാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു തീമാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വാൾ പാനലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വുഡൻ പാറ്റേൺ വരുന്ന കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് പ്രൊഫൈൽ ചാനൽ അതുപോലെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതുപോലെ തന്നെ ഒരു വുഡൻ പാറ്റേൺ വരുന്ന ഒരു ചെറിയൊരു ഷോക്കേസ് പോലത്തെ ഒരു സംഭവം
ഇവിടെ നമുക്ക് ഷെൽഫ് മോഡൽ, ചെറിയ മിനി ഷെൽഫ് മോഡലൊരു സംഭവം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വാൾ പാനൽ യൂസ് ചെയ്താണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ചെറിയൊരു പാർട്ടീഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. പാർട്ടീഷൻ ഫുള്ള് നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ഒരു പാർട്ടീഷൻ ലെവലിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും നമുക്ക് ചെറിയൊരു കബോർഡ് പോലത്തെ രീതി നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കിവിടെ വരുമ്പോഴത്തേക്കും 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് ഇവിടെ ഈ വീടിന് ചെയ്തിരിക്കുന്നത്. ഇതൊരു വീടിൻ്റെ ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത്. അതിന് അത്യാവശ്യം നല്ല വലിയൊരു വിശാലമേറിയ ഡൈനിങ് ഏരിയ നമുക്കിവിടെ പണിതിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ഏരിയയുടെ ഡയമെൻഷൻ 18x12 നമുക്ക് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. ഇതെല്ലാം നമുക്ക് വന്നിരിക്കുന്നത് ഒരു പ്രീമിയം രീതിയിലുള്ള ഫ്ലോറിങ് ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഷോക്കേഴ്സ്, ഒരു സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമാക്കി ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് തന്നെ എല്ലാ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് ഈ വീട് മുഴുവൻ നമുക്കൊരു ചെറിയ ഒരു വുഡൻ വർക്ക് തീം യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള വാഷ് കൗണ്ടർ ഏരിയ ആണ്. ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിന്നും നമുക്ക് താഴെ വരെ നമുക്ക് വാൾ പാനലൊക്കെ യൂസ് ചെയ്ത് വുഡൻ പാറ്റേൺ വരുന്ന വാൾ പാനലൊക്കെ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ജാഗോറിന് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസിനായിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. സ്മാർട്ട് ടച്ച് വരുന്ന ഒരു മിററും അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് ചേർന്ന് കിടക്കുന്ന ഓപ്പൺ കിച്ചണിലോട്ട് നമുക്ക് പോകാം. ഈ കാണുന്നതാണ് ഓപ്പൺ കിച്ചൺ. നമുക്ക് അതിൻ്റെ എൻട്രൻസിലായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വാൾ പാനലൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അത് ഒരു എൻട്രൻസ് നമുക്ക് കവറാക്കിയിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്താണ് എൻട്രൻസിൻ്റെ ഭാഗത്തുള്ള ഒരു ഡെക്കറേഷൻ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഒരു കിച്ചൺ നമുക്ക് 12x10 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് നോർമൽ രീതിയിലുള്ള വുഡൻ പാറ്റേൺ വരുന്ന ഒരു ഫ്ലോറിംഗ് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചൺ എല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ക്യാബിനറ്റ്സും മുകളിലും താഴെയുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല മോഡുലാർ രീതിയിലുള്ള വർക്കും കാര്യങ്ങളാണ് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. കിച്ചണായിട്ട് തന്നെ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും ഹാങ്ങിങ് ലൈറ്റ്സ് എല്ലാം യൂസ് ചെയ്താണ് നമുക്ക് കിച്ചൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. 10x4 നമുക്ക് വർക്ക് ഏരിയ ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന നമുക്ക് ടൈൽസ് ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു സിങ്കും അതുപോലെ തന്നെ താഴെ സ്റ്റോറേജ് സ്പേസ് എല്ലാം നമുക്ക് കൊടുത്താണ് ഈ ഒരു വർക്ക് ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. വാഷ് ബേസിൻ വയ്ക്കാനുള്ള ഈ ഒരു ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിനായിട്ടുള്ള പൈപ്പ് കണക്ഷനും ഔട്ടും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ നമുക്ക് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 16x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂം ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിനായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹാളിൽ കണ്ടതുപോലെ തന്നെ നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന നല്ല മനോഹരമായ ഒരു വാർഡ്രോബ്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ സിറ്റിംഗ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. മുകളിൽ താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസും ഒരുപാട് നമുക്ക് കൊടുത്താണ് ഈ വാർഡ്രോബ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റും നമുക്ക് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നല്ല മനോഹരമായ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കാണ്. അപ്പോൾ അത്യാവശ്യം ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനലിൽ തന്നെ നമുക്ക് റൂമിലോട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടോപ്പ് ലെവലിൽ വരെയുള്ള ഏരിയയിൽ നമുക്ക് ടൈല് കാര്യങ്ങൾ വാൾ ടൈലൊക്കെ യൂസ് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്താണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു
ബാത്റൂം എല്ലാം കവർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഈ ഡിസൈൻ എല്ലാം തന്നെ നമുക്ക് സ്റ്റീൽ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ബ്ലാക്ക് കളർ ഒരു സ്റ്റീൽ വർക്കാണ് നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കയറി പോകുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അതുപോലെ തന്നെ ഒരു വുഡൻ പാറ്റേൺ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വാൾ പാനലൊക്കെ യൂസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെവലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഹാങ്ങിങ് ലൈറ്റ്സ് ഉൾപ്പെടെ വരുന്ന ഫോൾ സീലിംഗ് വർക്കാണ് വരുന്നത്. ഹാൻഡിൽസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഹാൻഡിൽസ് ആണ്. സ്റ്റെയർ കയറി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേക്കും 14x12 ഡയമെൻഷൻ വരുന്ന നല്ല ഒരു ഹോളാണ് നമുക്കിവിടെ കിട്ടുന്നത്. താഴെ കണ്ടതുപോലെ തന്നെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന വുഡൻ പാറ്റേൺ വരുന്ന ആ ഒരു തീമിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫാൻസി ഐറ്റംസ് ഫാൻസി ബൾബ്സും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഹാങ് ചെയ്തിട്ടുണ്ട്. ചെറിയ മിനി കബോർഡ് സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ആദ്യത്തെ ബെഡിലോട്ട് പോകുന്നതിന് മുൻപേ തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല മനോഹരമായ ഒരു കോർണർ ഷെൽഫ് പോലത്തെ ഒരു ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മുകളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 16x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂമാണ് ഈ കാണുന്നത്. വാർഡ്രോബ്സ് വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസ്, പ്രീമിയം രീതിയിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഫൈൽ ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഡ്രസ്സിംഗ് ഏരിയ ഉൾപ്പെടെയാണ് നമുക്കൊരു വാർഡ്രോബ്സ് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ബാത്റൂമിനായിട്ട് വന്നിട്ടുള്ളത്. ടോപ്പിൽ വരെ നമുക്ക് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ. 16x14 റൂമിൻ്റെ ഡയമെൻഷൻ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വിശാലമേറിയ റൂമാണ് ഈ കാണുന്നത്. നല്ലൊരു വാർഡ്രോബ്സും അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയയും അതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ എല്ലാം ഉൾപ്പെടെ വരുന്ന ഒരു വാർഡ്രോബ്സ് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് തന്നെ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് നമ്മൾ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ. ഡ്രസ്സിങ് ഏരിയ വരുന്നതെല്ലാം നമുക്ക് വാൾ പാനലൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിലെ ഡ്രസ്സിങ് ഏരിയ. സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തുകൊണ്ട് സ്പോട്ട് ലൈറ്റ് മിററും എല്ലാം കൊടുത്തുകൊണ്ട് നമുക്ക് ഡ്രസ്സിങ് ഏരിയ, അടിപൊളിയായിട്ടുള്ള ഡ്രസ്സിങ് ഏരിയ, അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ഏരിയ തന്നെയാണ് ഡ്രസ്സിങ് ഏരിയയ്ക്ക് വേണ്ടിയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ പണിതിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ്. ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലായിടത്തും കണ്ടതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം ഏരിയ നമുക്ക് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മുകളറ്റം വരെ നമുക്ക് വാൾ ടൈല് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്ത് ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലത്തെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം നമുക്ക് ഡയമെൻഷൻ വരുന്നത് 14x12 നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഡയമെൻഷൻ നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വിശാലമായ റൂം തന്നെയാണ് ഈ ഒരു റൂം. ഇവിടെ നമുക്ക് ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ വാർഡ്രോബ്സും നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ
മാക്സിമം നല്ല ഇതുകൊണ്ട് തന്നെയാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ഡെക്കറേഷനായിട്ട് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെയാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ബാത്റൂം എല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാ ബാത്റൂമിലുള്ളത് പോലെ തന്നെ മുകളറ്റം വരെ നമ്മൾ ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ഈ റൂമിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ബാൽക്കണി വന്നിട്ടുള്ളത്. നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഈ വരുന്ന ബെഡ്റൂമിൽ നിന്ന് അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു ബാൽക്കണി. 12x5 നമുക്ക് ബാൽക്കണി ഡയമെൻഷൻ. നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് രണ്ട് സൈഡും നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ്, അതുപോലെ ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് ചെയ്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ വശത്ത് നോക്കുമ്പോഴത്തേക്കും ടെറാക്കോട്ട മെറ്റീരിയലൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ കാണുന്നത്. ഹാൻഡിൽസൊക്കെ തന്നെ നമുക്ക് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്കാണ് ഹാൻഡിൽസായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീടിന് 2 ബാൽക്കണി നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മെയിൻ ബാൽക്കണിയാണ് വീടിൻ്റെ. ഈ മെയിൻ ബാൽക്കണി നമുക്ക് അടിപൊളിയായിട്ടുള്ള പ്രത്യേക രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണിയാണ്. ഒരു 10x8 ഡയമെൻഷൻ വരുന്ന ഒരു ബാൽക്കണി. നമുക്കിത് താഴെ ഇട്ടിരിക്കുന്ന നമുക്ക് ഇത് വരുമ്പോഴത്തേക്കും ടൈല് നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗാർഡൻ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ഹാങ്ങിങ് സാധനങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ആണെങ്കിലൊക്കെ ഹാങ്ങിങ് സാധനങ്ങളെല്ലാം നമുക്ക് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഫർഗോള മോഡൽ വരുന്ന ഒരു ഓപ്പൺ ടെറസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഓപ്പണിങ് വന്നിട്ടുണ്ട്. അത്യാവശ്യം അതിൻ്റെ കാറ്റും ലൈറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് അകത്തോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഓപ്പണിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽസൊക്കെ തന്നെ നമുക്ക് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ്സുമാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ട മനോഹരമായ 4.5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം ഉൾപ്പെടെ വരുന്ന കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു പ്രീമിയം വീടിൻ്റെ നമുക്ക് ആസ്കിംഗ് പ്രൈസ് നമുക്ക് ചോദിക്കുന്നത് 1,20,00,000 1,20,00,000 ആണ്. അപ്പം അത് തികച്ചും നെഗോഷ്യബിൾ ആണ്. ഇത് വെറും ആസ്കിംഗ് പ്രൈസാണ്. ഈ വീടിൻ്റെ പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസ് നെഗോഷ്യബിൾ കാര്യങ്ങൾ സംസാരിക്കാനും വീടിൻ്റെ ലൊക്കേഷനും കാര്യങ്ങൾ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. ഇതുപോലത്തെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കസ്റ്റമർ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.